പക്ഷേ ഇത് അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. സമസ്ത ഇന്ന് ഒരു പ്രതിസന്ധിയിലാണുള്ളത്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സമസ്തക്കാരുടെങ്കിലും പ്രത്യേക സഹായം വേണമെന്ന് സഹായം അപേക്ഷിക്കുകയല്ല, സമസ്തയെ തകർക്കാൻ വേണ്ടി അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ കച്ചകെട്ടി ഒരുങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പല ആളുകളും ഈ സ്റ്റേജിലുള്ളവർ പോലും അത്തരക്കാരെ പിന്തുണക്കുകയും അവരോട് സഹായിക്കുകയും ചെയ്യുന്നു എന്നതിൽ എനിക്ക് വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും എനിക്ക് അവരോട് എതിർപ്പുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് തുറന്നു പറയുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ പേര് വായിച്ചു. ഈ പേര് വായിച്ച ആളുകളെ ഇവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഒരിക്കലും സമസ്ത കേരള ജമിയത്തുലമായുടെ ആശയാദർശങ്ങൾക്ക് വിപരീതമായിട്ടോ അവരുടെ സ്വന്തം അഭിപ്രായങ്ങളോ ഈ സ്റ്റേജിൽ വെച്ച് പറഞ്ഞാൽ നാളെ പത്രത്തിലല്ല ഈ സ്റ്റേജിൽ തന്നെ അതിന് മറുപടി ഉണ്ടാവും എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അങ്ങനെ പല കാരണങ്ങളില്ല. അതുകൊണ്ട് സമസ്തയുടെ ആശയത്തിനും ആദർശത്തിനും എതിരായിട്ട് ഏതെങ്കിലും പ്രവർത്തകന്മാരോ നേതാക്കന്മാരൊക്കെ ഈ സ്റ്റേജിൽ വെച്ച് വല്ലതും പറഞ്ഞാൽ നാളെ പത്രത്തിലുള്ള മറുപടി ഈ സ്റ്റേജിൽ തന്നെ ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് സമസ്തനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഏത് പ്രശ്നം വരികയാണെങ്കിലും സമസ്ത എന്താണ് അതിൽ പറയുന്നത് എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളവർ പല നുണയും പറയും. അതൊക്കെ അംഗീകരിച്ച് പോണേക്ക് പോവുകയാണെങ്കിൽ അപകടത്തിൽ പെട്ടുപോകും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഹക്കീം ഫൈസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ മനസ്സിലാക്കിയ എൻ്റെ ശരിക്ക് കൂടിയാണ്. ഹക്കീം ഫൈസിയെ സംബന്ധിച്ച് നേരത്തെ നമുക്ക് അദ്ദേഹം ഈ തീരുമാനത്തിന് വിധേയനാകേണ്ട ആൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ തീരുമാനം വരുന്നതിൻ്റെ 4 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ എല്ലാ കക്ഷിക്കാരും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാ കക്ഷിക്കാരുമായിട്ട് പൂക്കുളത്തൂർ കുഞ്ഞാപ്പു ഹാജിയുടെ വീട്ടിൽ വളരെ രഹസ്യമായി നിങ്ങൾ സമസ്തക്ക് വിധേയനായിക്കൊണ്ട് ഇവിടെ നിൽക്കണം എങ്കിൽ അല്ലെങ്കിൽ ഈ സംഭവങ്ങൾക്ക് ആകെ തകരാറുമാവുമെന്ന് അദ്ദേഹത്തെ സംഘടനാ പ്രവർത്തന വിരുദ്ധനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ തീരുമാനം വന്നപ്പോൾ അതിൻ്റെ 4 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾ ഒന്ന് സമസ്തക്ക് വിധേയനാകണം. നിങ്ങൾ ഇതൊക്കെ നേടിയെടുത്തത് സമസ്തയുടെ കേന്ദ്രമായ വളാഞ്ചേരി മർക്കസിൽ വെച്ചാണ്. അവിടുത്തെ മുദരിസായിക്കൊണ്ടാണ് നിങ്ങൾ ഈ CIC മറ്റൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ സമസ്തക്ക് വിധേയനാണ്. സമസ്തക്ക് വിധേയനായിക്കൊണ്ട് ഏത് നല്ല വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് അതൊക്കെ വളരാനും ഒക്കെ ഉള്ള അവസരമാണ് ഈ കേരളത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തൻ്റെ തീരുമാനത്തിന് വിധേയ ആൾക്കാർക്കും ഇനിയും തിരിച്ചു വരാം. അങ്ങനെ എത്രയോ തിരിച്ചു വന്ന ആൾക്കാരുടെ ചരിത്രം നമുക്കറിയാം. അതായത് മാനസികമായുള്ള തിരിച്ചുവരവിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ഇപ്പോൾ ഒരു പരിപാടിയുണ്ട്, ഒരു കത്രിൻ്റെ സ്വഭാവം നമ്മളേക്കുള്ള ഒക്കെ കഷ്ണിച്ചാക്കുക. സൂചിൻ്റെ സ്വഭാവം നമ്മൾ ആ കഷ്ണിച്ചൊക്കെ പാട് തുന്നിച്ചേർക്കുന്ന സ്വഭാവമാണ് സൂചിക്കുള്ളത്. നമ്മൾ കത്രികളാകാൻ പാടില്ല. ഇന്നും എല്ലാം പോയിട്ട് ഒരു വാട്സപ്പ്, നമുക്ക് ഒരുപാട് എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാകും. ഇന്ന് പോയിട്ട് ഇനി വാട്സപ്പ് ഗ്രൂപ്പിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തെ ഒന്ന് ഈ രംഗത്തുനിന്ന് പുറത്താക്കാൻ പറ്റുകയെന്ന് ചിന്തിക്കുകയാണ്. നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് ഇയാളെ ഒഴിവാക്കണം, അതിന് ശ്രമിക്കുകയാണ്. അല്ല, നമ്മളെ പ്രസ്ഥാനം തന്നെ ഒഴിവാക്കണം, അതിന് ശ്രമിക്കുകയാണ്. ഇങ്ങനെ കത്രിൻ്റെ സ്വഭാവം നമ്മൾ മാറ്റിയെടുക്കണം. നമ്മൾ സൂചിൻ്റെ സ്വഭാവം തുന്നിച്ചേർത്തുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം വിജയിപ്പിച്ച് തരുമാറാകട്ടെ. ആമീൻ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.